ഹായ് ബഡീസ്, വെൽക്കം ബാക്ക് ടു എസ്എൻ വ്ലോഗ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ചിൻ്റെ ഡേ 1 ആണിന്ന്. അപ്പോൾ ഞാനിന്ന് ഒരു ഫേസ് വാഷ് പൗഡറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ഫേസ് വാഷ് പൗഡർ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നുകാരാവട്ടെ ഓയിൽ സ്കിന്നുകാരാവട്ടെ എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാം. കൂടുതൽ പിമ്പിളുള്ള സ്കിന്നുകാർക്കാണ് കൂടുതൽ സൂട്ടാവുന്നത്. ഞാൻ ട്രൈ ചെയ്തതുകൊണ്ട് പറയുകയാണ്, കൂടുതലും പിമ്പിൾസ് ഉള്ളവർക്കാണ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് ആദ്യം ഇതിന് വേണ്ടത് തുളസിയാണ്. നമ്മൾ എല്ലാം കൂടിയിട്ട് ഉണക്കി പൊടിക്കണം കേട്ടോ. ഞാൻ പറയുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് ഉണക്കി പൊടിക്കുകയാണ് ചെയ്യുന്നത്. തുളസിയുടെ ആ കതിര് പോലത്തെ ഭാഗം നമുക്ക് ആവശ്യമില്ല. തുളസി നമ്മുടെ മുഖത്തിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സാധനമാണ്. നമ്മുടെ മുഖം നല്ലോണം സോഫ്റ്റ് ആവാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് തുളസി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് മുരിങ്ങയില വേണം. മുരിങ്ങയില നമ്മുടെ മുഖത്ത് ചെറിയ ചെറിയ പിമ്പിൾസ് പോകാനും നമ്മുടെ മുഖം ഗ്ലോ ആവാനും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കഴിക്കുന്ന വേപ്പിൻ്റെ ഇല വേണം. കറിവേപ്പിലല്ല, കഴിക്കുന്ന വേപ്പിൻ്റെ ഇല എന്നാണ് പറയുക. അതിൻ്റെ ആവശ്യമുണ്ട്. അതിപ്പോൾ ഞാൻ കാണിക്കുന്നില്ല, ഞാൻ ഓൾറെഡി ഒക്കെ ഉണക്കി പൊടിച്ച് വെച്ച് പോയി. പിന്നെ നമുക്ക് കസ്തൂരി മഞ്ഞൾ വേണം. ഞാൻ എല്ലാം കൂടി ഉണക്കി പൊടിച്ചതാണ് ഇപ്പോൾ ഈ കാണിച്ചത്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മുടെ മുഖത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ, അപ്പോൾ മുഖം കാണിക്കുന്നില്ല, കയ്യിലാണ് കാണിക്കുന്നത്. നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഒരു 2 മിനിറ്റോളം നിർത്താതെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. പിമ്പിളുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ പിമ്പിളിൻ്റെ മാർക്ക് അടക്കം നമുക്ക് റിമൂവ് ആയിട്ട് പോകുന്നുണ്ട്. ഇതിന് ശേഷം നമുക്കൊരു ടർക്കി കൊണ്ട് തുടച്ചെടുക്കണം. ഉപ്പിടുക്കുകയാണ് ചെയ്യുക. ഒരിക്കലും ഡയറക്റ്റായിട്ട് പോയിട്ട് തുടച്ചെടുത്താൽ നമുക്ക് ഉദ്ദേശിച്ച പോലെ റിസൾട്ട് കിട്ടില്ല. നമുക്കായിട്ട് ഒരു ടർക്കി എപ്പോഴും മാറ്റി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ നാളെ എന്തായാലും തീർച്ചയായിട്ടും ഡേ 2 ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.